ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് വിദ്യാനഗറിലാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതൊരു ഗ്രാനൈറ്റിൻ്റെ ഒരു മാർക്കറ്റാണ്. ഗ്രാനൈറ്റിൻ്റെ ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റ് എന്നും പറയാം. ഈ മാർക്കറ്റുള്ളത് ശീതാങ്കുളി കിംഫ്ര മാർക്കറ്റിലാണ്. ഒരുപാട് ഗ്രാനൈറ്റിൻ്റെ സ്റ്റാളുകളുണ്ട്. അത് ഷോറൂം അല്ല, ഒരു സ്റ്റാൾ പോലത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഗ്രാനൈറ്റിന്. നമുക്ക് ഇഷ്ടം പോലെ ഗ്രാനൈറ്റ് സെലക്ട് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ കാസർഗോഡാണെങ്കിലും പണ്ടൊക്കെ ബാംഗ്ലൂർ നെലമംഗലയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തായി. പിന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രാനൈറ്റ് സ്റ്റോളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഗ്രാനൈറ്റ് സ്റ്റോറിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ കാണാം. അപ്പോൾ നമുക്ക് കിംഫ്രയിലേക്ക് പോകാം. നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്നും ഒരു ഏകദേശം 9 കിലോമീറ്ററാണ് ശീതാങ്കുളി ഈ കിൻഫ്രയ്ക്കുള്ളത്. കിൻഫ്ര എന്ന് പറഞ്ഞാൽ കിൻഫ്ര ഒരു വ്യവസായ പാർക്കാണ്. സെൻട്രൽ ഗവൺമെൻറ് പിന്നെ HAലും കാര്യങ്ങളിലൊക്കെ ഒരു പ്രദേശത്തുണ്ട്. അതായത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു വ്യവസായ പാർക്കാണ്. അവിടെ ഇഷ്ടംപോലെ ഫാക്ടറികളും ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ എടുത്തു പറയേണ്ടത് ഗ്രാനൈറ്റിൻ്റെ ഒരു ഫാക്ടറിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശങ്ങളിൽ മൊത്തം ഗ്രാനൈറ്റിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പണ്ടൊക്കെ ഗ്രാനൈറ്റൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ, നെലമംഗല, ജിഗിനിയിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വെച്ചിട്ട് കേരളത്തിൽ ഏറ്റവും വില കുറവുള്ളത്, അതായത് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വന്നിട്ട് തന്നെ നമുക്ക് ഗ്രാനൈറ്റ് പരിശോധിച്ചാലും ഏറ്റവും കുറഞ്ഞ വിലക്ക് ഗ്രാനൈറ്റുകൾ നമുക്ക് ഇവിടുന്ന് ലഭ്യമാകും. അതായത് സ്ക്വയർ ഫീറ്റിന് 80 മുതൽ 150 വരെ രൂപയോളം മാത്രമേ ഇതിൽ ഗ്രാനൈറ്റിന് സ്ക്വയർ ഫീറ്റിന് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജില്ലകളിൽ പോയിട്ട് നമ്മൾ അന്വേഷിച്ചാൽ ഇതിനേക്കാൾ കൂടുതലാണ് വില ഇവിടുന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കിൻഫ്ര ആ സ്ഥലത്തേക്ക് എത്തി. കിൻഫ്രേൻ്റെ കോമ്പൗണ്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പം അത് കാണുമ്പോൾ ഈ കാണുന്നത് ഗ്രാനൈറ്റിൻ്റെ ഫാക്ടറിയാണ് കാണുന്നത്. പിന്നെ UK ഗ്രാനൈറ്റ് ആൻഡ് മാർബിളിൻ്റെ ഒരു ഷോറൂമും കൂടി കാണുന്നുണ്ട്. അത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അതിലേക്കുള്ള വഴി അപ്പുറത്തെ സൈഡാണ്. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ഫാക്ടറികൾ ഇതിൻ്റെ അകത്ത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരുപാട് ഫാക്ടറികളുണ്ട്. വികസിച്ച് പോകുന്നൊരു പ്രദേശമാണ്. ഭാവിയിൽ നല്ലൊരു സ്ഥലമായിരിക്കും ഈ പ്രദേശം. പിന്നെ നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഇത് എന്താ പറയുക, ഒരു സ്റ്റാല് കാണാം. പിന്നെ ഇഷ്ടംപോലെ ഇവിടെ ഗ്രാനൈറ്റും പിന്നെ ടൈൽസും മാർബിളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏരിയ മുതൽ മൊത്തം ഗ്രാനൈറ്റിൻ്റെ ഒരു സ്റ്റാൾ പോലെ കാണാം. ഷോറൂം എന്ന് പറയാം, സ്റ്റാളെന്ന് പറയാം. ഷോറൂം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ഷോറൂമൊന്നുമല്ല, സാധാരണ ഷോറൂമാണ്. ഇവിടെ ആണെങ്കിലും ഇഷ്ടംപോലെ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ വരെ ഗ്രാനൈറ്റിന് തന്നെ ഷോറൂം നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഷോറൂമിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സൈഡ് കാണുന്നതാണ് കിൻഫ്ര പാർക്ക്. അത് നമുക്ക് ഒരു ദിവസം ഇതിൻ്റെ അകത്ത് പോയി നമുക്ക് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് കാണുന്നത് മൊത്തം ഗ്രാനൈറ്റ്, മാർബിള്, ടൈൽസ് ഒക്കെ ചെറിയ വിലകൾക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നേക്കാളും ഏറ്റവും വെർത്താണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്. കാസർഗോഡ് ടൗണിൽ നിന്ന് കുറച്ച് മാറി, അതായത് 9 കിലോമീറ്റർ അകത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. കിൻഫ്ര അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് ശീതാങ്കുളിയിലെ. ഒരുപാട് പുതിയ ഇതൊക്കെ സ്റ്റാളുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനിയും കൂടുതൽ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ഷോറൂമുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് HALൻ്റെ ഒരു ഇതാണ്, HALൻ്റെ ഒരു എൻട്രിയാണ്. HALൻ്റെ വീഡിയോ നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാം. പുതിയ എന്തോ ഫാക്ടറികളോ കമ്പനികളൊക്കെ ആകുന്നുണ്ട്. വരും കാലങ്ങളിൽ ഈ ഒരു ഏരിയ ഒരു നല്ലൊരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയായി മാറും. നമുക്ക് ഈ കാണുന്നൊരു ഷോറൂമിലൊക്കെ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഓക്കെ, VL എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോറൂമാണ് ഇപ്പോൾ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. ഇവിടെ ഗ്രാനൈറ്റ് മാത്രമുള്ളൂ എന്ന് തോന്നുന്നു, ടൈലും കാര്യങ്ങളും മാർബിളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, ഗ്രാനൈറ്റ് മാത്രം ഇവിടെ ഉള്ളൂ. നമുക്ക് എന്തായാലും പോയി അന്വേഷിക്കാം. ഓക്കെ, VL എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, പിന്നെ ഗ്രാനൈറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളും ഇതിൻ്റെ അപ്പുറം ഒരു ഷോറൂമും കൂടിയുണ്ട്. അങ്ങനെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ചുറ്റുമുറ്റും നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഫാക്ടറികൾ, ചെറിയ ചെറിയ ഷോറൂമുകൾ കാണാം. ഇവിടെ ആരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇമ്പോർട്ട് ഇവിടുത്തെ ഫാക്ടറി അല്ലാതെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗുജറാത്തിൽ നിന്നും അതുപോലെ തെലുങ്കാന, രാജസ്ഥാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസും ഉണ്ട്. ആർക്കെങ്കിലും ഗ്രാനൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു ഷോപ്പല്ലല്ലോ, ഒരുപാട് ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഏത് ഡിസൈന് വേണം, ഏത് മോഡൽ വേണം, എങ്ങനത്തെ മെറ്റീരിയലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ ഇവരുടെ തന്നെ വണ്ടിയിൽ നമ്മൾ വീടുകൾക്ക് ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു വർത്താണ്. നമുക്ക് ബാംഗ്ലൂരൊക്കെ പോകുന്നെങ്കിൽ നമ്മൾ തന്നെ ലോറി വാടകയൊക്കെ നമ്മളൊക്കെ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇവർ തന്നെ ഡെലിവറി ചെയ്യും. അത് എത്ര ദൂരത്തേക്കെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. കാസർഗോഡുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിൽ ഉടനീളമുള്ളവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത ലാഭം തന്നെ അത്രയ്ക്കും ചെറിയ റേറ്റാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു ആളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ പുള്ളി അതിൻ്റെ വ്യക്തമായിട്ട് ഡീറ്റെയിലൊക്കെ പറയുന്നതായിരിക്കും. ഡിസൈൻസൊക്കെ ഗ്രാനൈറ്റിൽ ഇത്രയും ഡിസൈൻസേ വരുന്നുള്ളൂ, ഇത്ര മോഡലേ വരുന്നുള്ളൂ. അതെല്ലാവർക്കും പലർക്കും അറിയാം. ഇതിൽ കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. ഓരോന്നും അതിൻ്റെ മെറ്റീരിയലിൻ്റെ ചേഞ്ചസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ക്വാളിറ്റി കണക്കിന് ഓരോരോ മെറ്റീരിയലിന് ഓരോരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് ഡീറ്റെയിലൊക്കെ ഇവിടെ ഒരു നോക്കി നടത്തുന്ന ഒരാളുണ്ട്. പുള്ളിയോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു ആളുണ്ട്. ഇക്ക പേരെന്ത്? എൻ്റെ പേര് സിദ്ദീഖിക്കാട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ചോദിക്കാം. ഇക്ക ഇത് സ്റ്റാർട്ടിങ് ഇപ്പോൾ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റിന് എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ സ്റ്റാർട്ടിംഗ് ഉള്ളത് ഇപ്പോൾ 80 രൂപയാണ് സ്റ്റാർട്ടിങ്. 80 രൂപൻ്റെ 80 രൂപ തൊട്ട് 145 വരെയുള്ള ഗ്രാനൈറ്റുകളുണ്ട്. പിന്നെ കിച്ചൺ തട്ടിൻ്റെ സാധനമുണ്ട്, അതിന് 220 വരെ ചെറിയ റേറ്റ് അല്ലേ. പിന്നെ ടൈൽസ് ഇവിടെ ഇപ്പോൾ ടൈൽസ് നമ്മളെടുത്തില്ല, നമ്മുടെ ശൂന്യത്തിലുള്ള
മാർബിൾ ഇപ്പോൾ ഇവിടെ മാർബിളും ഇല്ല, ഗ്രാനൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പുറത്തൊക്കെ മറ്റേ ഗ്രാനൈറ്റും അതുപോലെ മാർബിളും ടൈൽസൊക്കെ കണ്ടായിരുന്നു. അതാണ് ഇവിടെ ഒരുപാട് സ്റ്റാൾസുകളുണ്ടല്ലേ? ഇതിപ്പോൾ ഈ എല്ലാം ഒരേ ആൾതാണോ അല്ല വേറെ 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 നമ്മുടെ ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗണേഷ് എന്ന് പറഞ്ഞിട്ട് പുത്തൂറുള്ള ഒരാൾ, പിന്നെ ഒരു അഷ്റഫ് ഹാജി എന്ന് പറഞ്ഞ ഇപ്പോൾ എങ്ങനെ മാർക്കറ്റൊക്കെ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ടോ? ഇപ്പോൾ ഡല്ലാണ്, സാമാന്യം മോശമില്ല. നമുക്കിപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഇപ്പോൾ നിലമംഗലം ആ സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നേക്കാളും ഇവിടെ ലാഭം. ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ജിഗ്നിയിലാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ബെറ്റർ ഇവിടെയാണ്. കേരളത്തിൽ കാസർഗോഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കാസർഗോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കാസർഗോഡ് നിന്ന് പുറത്തും, അത് കണ്ണൂർ, കോഴിക്കോട് ആ സൈഡിൽ നിന്ന് ഇപ്പോൾ കസ്റ്റമർ വരാറുണ്ട് ഇങ്ങോട്ടേക്ക് ഡെലിവറി കൊടുക്കാറുണ്ട്. നമ്മൾ ഡെലിവറി കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെഹിക്കിളിൽ തന്നെ അവിടുത്തെ മോർ ദൻ തലശ്ശേരി വരെ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ പിന്നെ ചാർജ് വരും. അപ്പോൾ അത് അവിടെ ഇറക്ക് കൂലി കാര്യങ്ങളൊന്നും അവിടെ ഞങ്ങൾ അൺലോഡിംഗ് ഇല്ല. അൺലോഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ യൂണിയൻകാർ പ്രശ്നമുള്ളതുകൊണ്ട് അൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കാസർഗോഡ് തന്നെ ചില സ്ഥലങ്ങളിൽ യൂണിയൻകാരുള്ളതുകൊണ്ട് അൺലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടേക്ക് പോകുന്നത് അൺലോഡിംഗുകാരാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിയൻകാരുള്ളതുകൊണ്ട് യൂണിയൻകാരില്ലാത്ത ഏരിയകൾ, അത് ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങൾ അൺലോഡ് ചെയ്ത് കൊടുക്കും. അല്ലേ? 145 മുതൽ 280 രൂപ മുതൽ 145 വരെയുള്ള ഗ്രാനൈറ്റുകൾ ഇപ്പം എടുത്ത് സ്റ്റോക്ക് ഉണ്ടല്ലോ. അതേപോലെ തന്നെ പിന്നെയുള്ളത് കിച്ചൺ ടോപ്പിൻ്റെ 200 രൂപേൻ്റെ സാധനം. ഇതിവിടെ ഇവിടുത്തെ ഫാക്ടറിയിലല്ലാതെ വേറെ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഒറീസയുണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കർണാടക, എല്ലാ സ്ഥലത്തും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്പോർട്ടിങ് ഇവിടെ നിങ്ങൾ എക്സ്പോർട്ടിങ് തുടങ്ങിയിട്ടില്ല, അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ബോസ് എക്സ്പോർട്ടിങ്ങിൻ്റെ നാളാണ്. ബാംഗ്ലൂർ ഷോപ്പുണ്ട്. അതുകൊണ്ടാണ് VL എക്സ്പോർട്ട് എക്സ്പോർട്ട്. ഏതായാലും നമ്മളെ പ്രേക്ഷകർക്ക് നിങ്ങളെ ഈ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ കേരളത്തിൽ തന്നെ നമ്പർ 1 എന്താ പറയുക ഗ്രാനൈറ്റ് ഷോറൂമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കാസർഗോഡ് തന്നെ ഏറ്റവും കൂടുതൽ ഷോപ്പുള്ളത് ഈ ഒരു പ്രദേശത്താണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഷോറൂം എന്ന് തന്നെ പറയാം. അതായത് ഗ്രാനൈറ്റ് ഫാക്ടറി ഉണ്ട്, ഗ്രാനൈറ്റ് പിന്നെ ഇമ്പോർട്ട് ചെയ്ത സാധനമുണ്ട്. വിലക്കുറവിന് ഇവിടെ വീട്ടിൽ ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സംഭവം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കുക. ഇത് ഉപകാരപ്രദമുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.